നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നെറ്റ് ഇൻകം അപ്രോച്ചിന്റെ തിയറി ഭാഗമാണ് നോക്കിയത്. അത് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. അതായത് നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. ഇതിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ഫേം വാല്യൂവിലും ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ ഡെറ്റിന്റെ പ്രൊപ്പോർഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫേമിന്റെ വാല്യൂ ഇൻക്രീസ് ആവും. ഒപ്പം തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ടുള്ള KO എന്ന് പറയുന്നത് ഡിക്രീസ് ആവും. പിന്നെ എൻഐയുടെ അപ്രോച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസംഷൻസ് എന്ന് പറയുന്നത് എൻഐ അപ്രോച്ചിലെ അസംഷൻസ് എന്ന് പറയുന്നത് ടാക്സ് ഇല്ല. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡെറ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി KE എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഡെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഫോർമുലാസ് ഓഫ് എൻഐ അപ്രോച്ച് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഫേമിന്റെ ഇക്വേഷൻ ആണ്. V is equal to E plus D. V എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഫേം ആണ്. E എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. D എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇക്വിറ്റി വാല്യൂ പ്ലസ് ഡെറ്റ് വാല്യൂ ആയിരിക്കും. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇക്വിറ്റിയുടെയും ഡെറ്റിന്റെയും മിക്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് വാല്യൂ ഓഫ് ഫേം എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ആണ്. അതിന്റെ ഇക്വേഷൻ E is equal to NI by KE ആണ്. NI എന്ന് പറയുന്നത് നെറ്റ് ഇൻകം ആണ്. KE എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പം ലഭിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന നെറ്റ് ഇൻകത്തിനെ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ആണ് കിട്ടുന്നത്. പിന്നെ അടുത്ത നെറ്റ് ഇൻകം ആണ്. അവിടെ ഇക്വേഷൻ EBIT മൈനസ് ഇൻട്രസ്റ്റ് ആണ്. EBIT എന്ന് പറയുന്നത് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ടുള്ള NOIയിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചാലും നമുക്ക് നെറ്റ് ഇൻകം തന്നെ ആയിരിക്കും കിട്ടുന്നത്. അടുത്തെന്ന് പറയുന്നത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ KO കണ്ടുപിടിക്കാൻ 2 മെത്തേഡ്സ് ആണുള്ളത്. ആദ്യത്തേത് KO is equal to EBIT by V ആണ്. അതായത് ഓപ്പറേറ്റിംഗ് ഇൻകത്തെ നമ്മൾ ടോട്ടൽ ഫേമിന്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ KO കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഉണ്ട്. അതാണ് KO is equal to KE into E by V plus KD into D by V എന്ന് പറയുന്നത്. ഇത് കൂടുതലും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നമ്മൾ ഫോളോ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ പിന്നെ പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെ കുറിച്ചാണ്. എഫക്ട് ഓഫ് ലെവറേജ് ഓൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട് NI അപ്രോച്ച്. എപ്പോഴും ഓർത്തോണം, 15 മാർക്കിനായിക്കോട്ടെ അല്ലെങ്കിൽ പാർട്ട് ബിയിലായിക്കോട്ടെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഏത് അപ്രോച്ച് ആണോ ചോദിക്കുന്നത് ആ അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫ് വരയ്ക്കുകയും അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. അവിടെ എക്സ്ട്രാ മാർക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഈ ഒരു കുട്ടിക്ക് അതിനെക്കുറിച്ച് അറിയാം എന്നുള്ളൊരു ഐഡിയ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും പടം വരച്ച് ഗ്രാഫ് കാണിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ ഗ്രാഫിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ എക്സ് ആക്സിസിൽ കാണിക്കുന്നത് ഡിഗ്രി ഓഫ് ലെവറേജ് അല്ലെങ്കിൽ ഡെറ്റിന്റെ പെർസെൻറ്റേജ് എത്ര ആണ് എന്നുള്ളതാണ്. വൈ ആക്സിസിൽ കാണിക്കുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്ര ആണ് എന്നുള്ളതാണ്. അപ്പം NI അപ്രോച്ച് പ്രകാരം എന്താ പറയുന്നത്? ഇപ്പം KD എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത് ലോവർ ആണ്. KE എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഡെറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ KO എന്ന് പറയുന്നത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അത് തന്നെയല്ലേ ഈ ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത്. ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ നോക്കുവാണെങ്കിൽ KO എന്ന് പറയുന്നത് 0% ഡെറ്റിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ 0% ഡെറ്റിൽ നിൽക്കുമ്പം KOയും E എന്ന് പറയുന്നതും സെയിം ലെവലാണ് അല്ലെങ്കിൽ KO is equal to KE എന്ന് പറഞ്ഞായിരിക്കും പോകുന്നത്. പക്ഷെ ഡെറ്റ് കൂടുമ്പോഴാണ് KO സ്ലോപ്പ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഫോളിംഗ് ആയിട്ട് മാറുന്നത്. ഇപ്പം 100% ഡെറ്റ് ഫിനാൻസിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും KO എന്ന് പറയുന്നത് മിനിമം ആവുകയും ചെയ്യും. ആ സമയത്താണ് ഫേം വാല്യൂ മാക്സിമം ആവുന്നത്. ഇതാണ് NI അപ്രോച്ചിൽ പറയുന്നത്. അതായത് 100% ഡെറ്റ് ഫിനാൻസിങ് ആണ് എന്നുണ്ടെങ്കിൽ KO മിനിമം വാല്യൂവിലെത്തും. അപ്പം ഫേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. പക്ഷെ റിയൽ വേൾഡിലേക്ക് നോക്കുവാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ റിസ്ക് കൂടുതലായിരിക്കും. കാരണം 100% ഡെറ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർ കൂടുതൽ റിസ്ക് എടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവുക ചെയ്യുന്നത്. അപ്പൊ റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന രീതിയിലായിരിക്കത്തില്ല അല്ലെങ്കിൽ ഈ അസംഷൻസ് പ്രകാരം ആയിരിക്കത്തില്ല റിയൽ ലൈഫിൽ നടക്കുന്നത് എന്നുള്ളത് ഓർത്തോണം. പക്ഷെ NI അപ്രോച്ചിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാഫ് വരച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കാണിക്കാൻ മറക്കരുത്. 100% ഡെറ്റ് ഫിനാൻസിങ് ആണ് എന്നുണ്ടെങ്കിൽ KO മിനിമത്തിലേക്ക് പോവുകയും അവിടെ ഫേം വാല്യൂ മാക്സിമം ആവുകയും ചെയ്യും. സ്റ്റാർട്ടിങ്ങിൽ 0% ഡെറ്റ് ആയിരുന്നു. അപ്പം KOയും KEയും ഈക്വൽ ആയിട്ട് നിന്നേ. അത് കഴിഞ്ഞിട്ട് ഡെറ്റ് കൂടുന്നതിനനുസരിച്ച് KOയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഫോളിംഗ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്.
അപ്പം ഇതാണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് എണ്ണയുടെ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി അടുത്തത് നമുക്കൊരു ഇലിസ്ട്രേഷൻ നോക്കാം. ആനന്ദ് ലിമിറ്റഡ് wants to raise an amount of 10 lakh rupees as a part of an expansion plan. The company collects 5 lakh rupees by issuing equity shares and the balance by issuing 8% debentures. Assuming the equity capitalization rate as 10%, അതായത് കെ എന്ന് പറയുന്ന 10% എന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അണ്ടർ NI അപ്രോച്ച്. KO കണ്ടുപിടിക്കാനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേത് വാട്ട് വുഡ് ബി ദ കോസ്റ്റ് ഇഫ് ദ എമൗണ്ട് ഓഫ് ഡിബെഞ്ചർ ഇഷ്യൂഡ് ഇസ് 6 lakh. രണ്ടാമത്തേത് പറയുന്നത് നിങ്ങൾ വീണ്ടും KO കണ്ടുപിടിക്കണം. പക്ഷേ ഇവിടെ വരുമ്പം ഡെറ്റ് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയായിരിക്കും. സിയിൽ പറയുന്നത് നിങ്ങളുടെ കമന്റ് പറയാനായിട്ട്, അതായത് കേസ് 1ഉം എയും ബിയിലെ ഓപ്ഷൻ തമ്മിൽ നോക്കുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണ് അതിനെ ബേസ് ചെയ്തിട്ട് കമന്റ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ കേസ് 1ലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ടോട്ടൽ ഫണ്ട് എന്ന് പറഞ്ഞു, അതായത് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എക്സ്പാൻഷൻ പ്ലാനിന് വേണ്ടിയിട്ട് റേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. അപ്പൊ നമുക്ക് ടോട്ടൽ ഫണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷമായിട്ട് നമുക്ക് മനസ്സിലായി. അതിൽ നിന്ന് കമ്പനി കളക്ട്സ് 5 lakh ബൈ ഇഷ്യൂയിങ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് ബാലൻസ് ബൈ ഇഷ്യൂയിങ് 8% ഡിബെഞ്ചേഴ്സ്. അപ്പം 5 ലക്ഷം രൂപ ഇക്വിറ്റി ആണ്, ബാക്കി എമൗണ്ട് എന്ന് പറയുന്നത് ഡെറ്റ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നതെന്ന് പറയും. അപ്പം 5 lakh ഇക്വിറ്റി, 5 lakh ഡെറ്റ് ആയിരിക്കും. പിന്നെ എന്താ പറഞ്ഞേ, ക്വസ്റ്റ്യനിൽ പിന്നെ പറയുന്നത് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് 10%. അപ്പം കെയുടെ വാല്യൂ 10%. കെ ഡി എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 8% ഡിബെഞ്ചർ എന്ന്. അപ്പം അത് കെ ഡിയുടെ വാല്യൂ ആണ് 8%. ഇനി KO കോസ്റ്റ് ഓഫ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്നാ, KO ഇസ് ഈക്വൽ ടു KE ഇൻറ്റു ഇ ബൈ വി പ്ലസ് KD ഇൻറ്റു ഡി ബൈ വി. നമുക്ക് എന്തൊക്കെ വാല്യൂസ് അവൈലബിൾ ആണ് എന്നുള്ളത് നോക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഇക്വേഷൻ എടുക്കുന്നത്. കെയും KDയും നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ടാണ്, അതായത് എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട് ഈ പറഞ്ഞിട്ടുള്ള എല്ലാം, അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ എടുക്കുന്നത്. ഇക്വിറ്റിയുടെ വാല്യൂ അവൈലബിൾ ആണ്, വാല്യൂ ഓഫ് ഫേം അവൈലബിൾ ആണ്. കാരണം വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്നത് എന്നാ, ഡെറ്റ് പ്ലസ് ഇക്വിറ്റി അല്ലേ വാല്യൂ ഓഫ് ഫേം. നമ്മൾ ഇവിടെ തന്നെ പഠിച്ചത് ബി ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ഡി ആണ്. അപ്പം മൊത്തം 10 ലക്ഷം എന്ന് പറയുന്നതാണ് വാല്യൂ ഓഫ് ഫേം. പിന്നെന്നാ, ഈ ഇക്വിറ്റി 5 lakh ഉണ്ട്, ഡി എന്ന് പറയുന്നത് 5 lakh ഉണ്ട്. ഡയറക്റ്റ് തന്നേക്കുവാണ്, നമ്മൾ ജസ്റ്റ് കെയുടെ ഇക്വേഷൻ ഇട്ടാൽ മതി, കെ ഇൻറ്റു ഇ ബൈ വി പ്ലസ് KD ഇൻറ്റു ഡി ബൈ വി. കെയുടെ വാല്യൂ എത്ര, 10%. അതിനെ പെർസെൻറ്റേജ് മാറ്റി ഡെസിമലിലോട്ടാക്കുമ്പോൾ 0.10 ഇൻറ്റു 5 lakh ഡിവൈഡഡ് ബൈ 10 lakh. വാല്യൂ ഫോം ഞാൻ പറഞ്ഞു, ഇക്വിറ്റി പ്ലസ് ഡെറ്റ് ആണ് വാല്യൂ ഓഫ് ഫേം. അപ്പം മൊത്തത്തിലുള്ള ടോട്ടൽ ഫണ്ടിനെയാണ് ഇവിടെ വാല്യൂ ഓഫ് ഫേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10 ലക്ഷമായിട്ട് ഡിവൈഡ് ചെയ്യുക. പ്ലസ് KD എന്ന് പറയുന്നത് 8% ഡിബെഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിന്റെ ഡെസിമലി കാണിക്കുക 0.08 ഇൻറ്റു എത്ര, ഡെറ്റിന്റെ വാല്യൂ 5 lakh. 5 lakh ഹോൾ ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്ന ടോട്ടൽ ഫണ്ടാണ് 10 ലക്ഷം. അത് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 9% ആണ്. 0.09 അല്ലെങ്കിൽ 9% എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ബി ക്വസ്റ്റിന് പറയുന്നത് എന്നാ, ഡെറ്റ് എന്ന് പറയുന്നത് 6 ലക്ഷമാണ് എന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ആകെ വ്യത്യാസം എന്നാ വരാൻ പോകുന്നത്, മൊത്തം 10 ലക്ഷം ഉണ്ടായിരുന്നു ടോട്ടൽ ഫണ്ട്, അതിൽ ഡെറ്റ് 6 ലക്ഷമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ബാക്കിയല്ലേ ഇക്വിറ്റിക്ക് വരത്തുള്ളൂ, 10 ലക്ഷത്തിൽ 6 ലക്ഷം ഡെറ്റ്, അപ്പൊ 4 ലക്ഷം അല്ലേ ഇക്വിറ്റി അല്ലേ. അങ്ങനെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇക്വിറ്റി 4 ലക്ഷം, ഡെറ്റ് 6 ലക്ഷം. ഇനി ഡയറക്റ്റ് നേരത്തെ പറഞ്ഞ് ഈ ഇക്വേഷനിലോട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി വാല്യൂസിൽ ഒന്നും ചേഞ്ച് ഇല്ല. മറ്റെല്ലാം KD 8% ആണ്, KE 10% ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 8.8% എന്നുള്ള രീതിയിൽ കിട്ടുന്നു. ഇവിടെ കമന്റ് ആയിട്ട് വരുന്നത് എന്താ, നമ്മൾ നോക്കുമ്പോൾ ഡെറ്റ് ഇൻക്രീസ് ചെയ്തതിനനുസരിച്ച്, അതായത് നേരത്തെ നമുക്ക് 5 lakh ആയിരുന്നു, അതിൽ നിന്ന് 6 lakhiലേക്ക് വന്നു. അപ്പൊ എന്നാ പറ്റിയേ, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തു. ഇവിടെ വന്നപ്പം 5 ലക്ഷം ആയിരുന്നപ്പം, ഡെറ്റ് 5 ലക്ഷം ആയിരുന്നപ്പം 9% ആയിരുന്നു, ഡെറ്റ് 6 ലക്ഷം ആയപ്പം 8.8%, അതായത് കുറയുവാണ് ചെയ്തത്. കെയുടെ വാല്യൂ ഡിക്രീസ് ചെയ്തു. അത് തന്നെയല്ലേ NI അപ്രോച്ചിനകത്ത് പറയുന്നത്, ഡെറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കെയുടെ വാല്യൂ ഡിക്രീസ് ആകും. അതാണ് നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലുസ്ട്രേഷൻ 2 ആണ്. അവിടെ ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് എസ് ലിമിറ്റഡ് ഇസ് 4 lakhs, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇസ് 15%, KE തന്നിട്ടുണ്ട്. ഫേം ഹാസ് 10% ഡിബെഞ്ചേഴ്സ് ഓഫ് 10 lakhs. കാൽക്കുലേറ്റ് ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആൻഡ് ബോത്ത് ടൈപ്സ് ഓഫ് ലെവറേജ് റേഷ്യോസ്
given EBIT is equal to 4 lakh, interest is equal to 10% of 10 lakhs, അതായത് ഗിവൺ ആയിട്ടുള്ളതാണ്. EBIT എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നാ പറഞ്ഞിട്ടുള്ളത്? തന്നിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ള ആദ്യമേ എഴുതി വെക്കണം. അപ്പം ഓപ്പറേറ്റിംഗ് ഇൻകം ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റിൻ്റെ അകത്ത്. ഓർത്തോണം, ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ NOI എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് EBIT അല്ലെങ്കിൽ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് വേണം നമ്മൾ ആദ്യം കാണിക്കാൻ. EBIT എന്ന് പറയുന്നത് 4 lakhs ആണ്. ഈ EBITയുടെ തന്നെ പല പല പേരുകളാണ്, ഓപ്പറേറ്റിംഗ് ഇൻകം, NOI, ഇതെല്ലാം. അത് ഓർത്തോണം. അപ്പം EBIT എന്ന് പറഞ്ഞ് 4 lakhs കാണിക്കാം. പിന്നെ നമുക്കിനി അടുത്ത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നേ, നമുക്കിവിടെ നോക്കുമ്പം ഫേം ഹാസ് 10% ഡിബെഞ്ചേഴ്സ് ഓഫ് 10 lakh rupees എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? ഈ ഇൻട്രസ്റ്റ് എന്തിനാ കണ്ടുപിടിക്കുന്നേ? നെറ്റ് ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. EBIT മൈനസ് ഇൻട്രസ്റ്റ് ചെയ്താൽ, EBIT ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് NIയുടെ വാല്യൂ, അതായത് നെറ്റ് ഇൻകം അപ്രോച്ചിലെ NIയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഇൻട്രസ്റ്റ് എടുക്കുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ഓഫ് 10 lakhs. നമ്മൾ നോർമലി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ. അപ്പം 1 lakh കിട്ടി. അപ്പൊ NI എന്ന് പറയുന്നത് എന്നാ? EBIT മൈനസ് ഇൻട്രസ്റ്റ് ചെയ്തു. 4 lakh മൈനസ് 1 lakh ചെയ്യുമ്പം 3 lakh എന്ന് പറഞ്ഞ് കിട്ടും. പിന്നെ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്നാ? ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ KO എന്ന് പറയുന്നത് എന്നാ? EBIT ബൈ B ആണ് സത്യത്തിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബിയുടെ വാല്യൂ എവിടെയും തന്നിട്ടില്ല. അതായത് ഇക്വിറ്റി വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്നത് എന്നാ? ഇക്വിറ്റി പ്ലസ് ഡെറ്റ് ചെയ്താലല്ലേ നമുക്കത് വാല്യൂ ഓഫ് ഫേം കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഡെറ്റിന്റെ വാല്യൂ ഒന്നും, അതായത് ഡെറ്റിന്റെ വാല്യൂ ഉണ്ട് 10 lakhs എന്ന് പറഞ്ഞ്, പക്ഷെ നമുക്ക് ഇക്വിറ്റിയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ടില്ല. അപ്പൊ ഇക്വിറ്റിയുടെ വാല്യൂവും കൂടെ കിട്ടിയാൽ മാത്രമേ വാല്യൂ ഓഫ് ഫേം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ആ ഇക്വിറ്റിയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ EBIT മൈനസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് NI കണ്ടുപിടിച്ചത്. NIയുടെ വാല്യൂ NI കണ്ടുപിടിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ E ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇക്വിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് NI ബൈ KE ആണ്. കെയുടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, NIയും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് E കണ്ടുപിടിക്കാലോ. E എന്ന് പറയുന്നത് എന്നാ? NI ബൈ K ആണ്. NI എന്ന് പറയുന്നത് എത്ര വാല്യൂ? 3 lakh ആണ്. 3 lakh ഡിവൈഡഡ് ബൈ K എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 15%. അപ്പം 0.15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 20 ലക്ഷം കിട്ടി. ഡെറ്റിന്റെ വാല്യൂ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 10 ലക്ഷം. അപ്പം അങ്ങനെ 10 ലക്ഷം ഡെറ്റ് എഴുതി. ടോട്ടൽ വാല്യൂ എങ്ങനെ കിട്ടുന്നത്? വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഈ ഇക്വേഷൻ ആണ് സത്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ളത് KO കണ്ടുപിടിക്കാനാണ്. പക്ഷെ EBIT ബൈ വിയിൽ EBIT മാത്രമേ അവർ ഡയറക്റ്റ് തന്നിട്ടുള്ളൂ, V തന്നിട്ടില്ല. ഈ V കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അപ്പം B എന്ന് പറയുന്നത് ഡെറ്റിന്റെ വാല്യൂ പ്ലസ് ഇക്വിറ്റിയുടെ വാല്യൂ. അപ്പൊ 20 lakh പ്ലസ് 10 lakh ചെയ്യുമ്പോൾ 30 lakh കിട്ടും. ഇനി ഡയറക്റ്റ് നമുക്ക് KO ഇസ് ഈക്വൽ ടു EBIT ബൈ V എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ചെയ്യാം. 4 lakh ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഫേം 30 lakh ചെയ്യുന്നു. EBIT നമ്മൾ തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത് 4 lakh EBIT. അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ 0.1 എന്ന് പറഞ്ഞ് കിട്ടും. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ അവിടെ കൊണ്ട് തീരുവല്ല. നിങ്ങളുടെ അടുത്ത് ആൻഡ് ഫൈൻഡ് ബോത്ത് ടൈപ്സ് ഓഫ് ലെവറേജ് റേഷ്യോസ് എന്നും കൂടെ പറയുന്നുണ്ട്. 2 ടൈപ്പ് ലെവറേജ് റേഷ്യോസ് ആണുള്ളത്. ഒന്ന് ഡെറ്റ് ബൈ ഇക്വിറ്റി, ഒന്ന് ഡെറ്റ് ബൈ ടോട്ടൽ വാല്യൂ ആണ് ഉള്ളത്. ഡെറ്റ് ബൈ ഇക്വിറ്റി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റിന്റെ വാല്യൂ എത്രയായിരുന്നു നമ്മളിവിടെ കണ്ടുപിടിച്ചേ? 10 lakh, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10 lakh ഡിവൈഡഡ് ബൈ ഇക്വിറ്റിയുടെ വാല്യൂ എത്ര കണ്ടുപിടിച്ചേ? 20 lakh. 10 by 20 lakh ചെയ്യുമ്പോൾ 0.5 എന്ന് പറഞ്ഞ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കിട്ടും. അടുത്ത ഡെറ്റ് ബൈ ടോട്ടൽ വാല്യൂ ആണ്, അതായത് വാല്യൂ ഓഫ് ഫേം വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട്. ഡെറ്റിന്റെ ക്വസ്റ്റ്യൻ 10 lakh ഉണ്ട്, വാല്യൂ ഓഫ് ഫേം നമ്മൾ ഓൾറെഡി 30 lakh കണ്ടുപിടിച്ചു. അത് രണ്ടുമായിട്ട് ഡിവൈഡ് ചെയ്താൽ 0.33 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം ഡെറ്റ് ഇക്വിറ്റിയും ഡെറ്റ് ബൈ ടോട്ടൽ വാല്യൂ ആണ് 2 ലെവറേജ് റേഷ്യോസ് കണ്ടുപിടിക്കാനുള്ളത്. അടുത്ത ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത് നോക്കിക്കേ. ബോസ് ലിമിറ്റഡ് ഹാസ് എ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, NOI, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. നമ്മൾ നേരത്തെ കണ്ടിടത്ത് തന്നെ ഓപ്പറേറ്റിംഗ് ഇൻകം, അതായത് ഡയറക്റ്റ് EBIT എന്നുള്ള രീതിയിലാണെങ്കിൽ ഇവിടെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത് NOI ആണ്, അല്ലെങ്കിൽ EBIT തന്നെ അവർ ഉദ്ദേശിക്കുന്നത് ഓഫ് 5 lakh. അപ്പൊ നമുക്ക് എന്ന് എഴുതാം? NOI is equal to 5 lakh, അല്ലെങ്കിൽ EBIT is equal to 5 lakh എന്നുള്ള രീതിയിൽ എഴുതാം. ഇറ്റ് ഹാസ് 10% ഡിബെഞ്ചേഴ്സ് ഓഫ് 20 lakh. നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? 20 lakh into 10% ചെയ്ത് 2 lakh ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി. ഇനി NI എങ്ങനെ കണ്ടുപിടിക്കുന്നത്? NOIയിൽ നിന്ന് I കുറച്ചാൽ NI കിട്ടി. 5 lakh മൈനസ് 2 lakh ചെയ്ത് 3 lakh കിട്ടും NIയുടെ വാല്യൂ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് അറ്റ് 15%. കെയുടെ വാല്യൂ 15%. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നാ? കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ കമ്പ്യൂട്ട് വാല്യൂ ഓഫ് ഫേം. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വാല്യൂ ഓഫ് ഫേം കണ്ടുപിടിക്കണമെന്നും പറയുന്നുണ്ട്, കെഒയും കണ്ടുപിടിക്കണം. നമുക്ക് ഓൾറെഡി കെഒ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ഫേം കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റൻ അങ്ങനെയല്ലേ ചെയ്തേ? അപ്പം സെയിം രീതിയിൽ തന്നെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു NI ബൈ KE ആണ്. നമ്മൾ NIയുടെ വാല്യൂ കണ്ടുപിടിച്ചു. KE ക്വസ്റ്റിനകത്ത് ഓൾറെഡി 15% എന്ന് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആ 15% നമ്മൾ ഡെസിമലി കാണിക്കുന്നു. അപ്പം 3 lakh ഡിവൈഡഡ് ബൈ 0.15 ചെയ്യുമ്പം 20 ലക്ഷം. ഡെറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾറെഡി ക്വസ്റ്റിൻ്റെ അകത്ത് 20 ലക്ഷം തന്നിട്ടുണ്ട്. അത് ഡയറക്റ്റ് എടുത്ത് എഴുതുക. ടോട്ടൽ ഫേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാ? ഇ പ്ലസ് ഡി ചെയ്താൽ മതി. അപ്പം 40 lakh. 20 lakh പ്ലസ് 20 lakh ചെയ്യുമ്പം വിയുടെ വാല്യൂ 40 lakh കിട്ടി. പിന്നെ അടുത്ത് എന്നാ? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ KO ഇസ് ഈക്വൽ ടു EBIT ബൈ വി ആണ്. KO എന്ന് പറയുന്നത് അല്ലെങ്കിൽ EBIT അല്ലെങ്കിൽ NOI രണ്ടും സെയിം ആണെന്ന് ഓർത്തോണം. NOI ബൈ വി ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം 5 lakh ആണ്. അത് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഫേം 40 lakh ചെയ്യുമ്പം 0.1 എന്ന് പറഞ്ഞ് കിട്ടും. അടുത്തത് ഇലിസ്ട്രേഷൻ 4 ആണ്. ആ 2ഉം 3 ഇലിസ്ട്രേഷൻ സിമിലർ ആണ്, സെയിം രീതിയിൽ തന്നെ ചെയ്തു പോകുന്നത്. ഇനി അടുത്ത 4th ആണ്. ഇതും സെയിം രീതി തന്നെയാണ്, ജസ്റ്റ് യൂസ് ചെയ്യുന്ന ടെർമിനോളജിയിലൊക്കെ കുറച്ച് ചേഞ്ച് ഒക്കെ ഉണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം അടുത്ത ക്വസ്റ്റിൻ്റെ തന്നെ പറയുന്നത് ദ ആനുവൽ ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് ചൈനാമെൻ ലിമിറ്റഡ് ഇസ് 3 lakh. ദ കമ്പനി ഹാസ് ഇഷ്യൂഡ്. ഇവിടെ ഈ ഓപ്പറേറ്റിംഗ് ഇൻകം ഓൾറെഡി തന്നു. അപ്പൊ അതെന്നാ? ആനുവൽ ഓപ്പറേറ്റിംഗ് ഇൻകം തന്നെയാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. അതായത് NOI അല്ലെങ്കിൽ EBITയുടെ വാല്യൂ ആണ് 3 lakh. കമ്പനി ഹാസ് ഇഷ്യൂഡ് 9% ഡിബഞ്ചേഴ്സ് ഓഫ് 5 lakh. അപ്പം 5 lakh ഇൻറ്റു 9% ചെയ്താൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് 45,000 കിട്ടും. പിന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഹാസ് ബീൻ വർക്ക്ഡ് ഔട്ട് അറ്റ് 20%. കെയുടെ വാല്യൂ 20% ആണ്. ഇവിടെ എന്നാ? വാല്യൂ ഓഫ് ഫേം കണ്ടുപിടിക്കണം, ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിക്കണം. പിന്നെ what will be the value of firm and overall capitalization rate if the company makes an additional issue of debentures of 3 lakh. 3 ലക്ഷം എന്ന് പറഞ്ഞ് അഡീഷണൽ ഡിബഞ്ചേഴ്സ് കൂടി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും വാല്യൂ ഓഫ് ഫേമും കെയുടെ വാല്യൂ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് കേസ് 1 നോക്കാം. ഇവിടെ 3 lakh ആണ് NOI പറയുന്നത്. ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞു 45,000. 5 lakhന്റെ 9% എടുത്തു. NI എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? NI എന്ന് പറയുന്നത് NOIയിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചപ്പം NI കിട്ടി. പിന്നെ നമ്മൾ ഈ NI കണ്ടുപിടിച്ചത് എന്തിനാ? ഇക്വിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ NI ബൈ KE ചെയ്യുക. അപ്പം ഈ കണ്ടുപിടിച്ച 2,55,000 ഡിവൈഡഡ് ബൈ ഇയുടെ വാല്യൂ എത്ര? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 20%. അപ്പം 0.20 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 12,75,000 കിട്ടി. പിന്നെ ഡെറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി 5 ലക്ഷം എന്ന് തന്നിട്ടുണ്ട്. ഇക്വിറ്റിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ വാല്യൂ ഓഫ് ഫേം എങ്ങനെയാ? ഇക്വിറ്റിയുടെ വാല്യൂ പ്ലസ് ഡെറ്റിന്റെ വാല്യൂ ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് ഫേം കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്നാ കണ്ടുപിടിക്കേണ്ടത്? കെഒയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കെഒ എന്ന് പറയുന്നത് എന്നാ? NOI ഡിവൈഡഡ് ബൈ വി അല്ലെങ്കിൽ EBIT ഡിവൈഡഡ് ബൈ വി ചെയ്താൽ മതി. അതായത് 3 lakh ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഫേം 17,75,000. അങ്ങനെ 16.9% അപ്രോക്സിമേറ്റ് ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. പിന്നെ അപ്പൊ നമ്മൾ വാല്യൂ ഓഫ് ഫേം കണ്ടുപിടിച്ചു, ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇനി ആദ്യത്തെയും രണ്ടാമത്തേതും കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ എന്നാ പറയുന്നത്? ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് 3 ലക്ഷവും കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് ഡെറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. നേരത്തെ ഡെറ്റിന്റെ വാല്യൂ എത്ര ആയിരുന്നു? 5 ലക്ഷമായിരുന്നു. 5ന്റെ കൂടെ 3ഉം കൂടെ അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്തു. അപ്പൊ മൊത്തം എത്ര ഡെറ്റായി? 8 ലക്ഷം രൂപ. അപ്പം ടോട്ടൽ ഡെറ്റ് 8 lakh എന്നുള്ള രീതിയിലാകും. അപ്പം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര? ഈ 5 lakhന് പകരം ഇപ്പം 8 lakh ആയി. 8 lakhന്റെ 9% വേണം കണ്ടുപിടിക്കാൻ. അങ്ങനെ 72,000 എന്ന് പറഞ്ഞ് കിട്ടും. NI എന്ന് പറയുന്നത് എന്നാ? NOI മൈനസ് ഇൻട്രസ്റ്റ് ചെയ്താൽ മതി. അതായത് ഈ 3 ലക്ഷത്തിൽ നിന്ന് 72,000 കുറച്ച് കഴിഞ്ഞാൽ NIയുടെ വാല്യൂ 2,28,000 കിട്ടും. പിന്നെ E എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? NI ബൈ KE ആണ്. 2,28,000 ഡിവൈഡഡ് ബൈ മറ്റേ ബാക്കി ഒരു വാല്യൂസിന് വ്യത്യാസമില്ല. KE എന്ന് പറയുന്നത്
കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 20% എന്നാണ്. അപ്പം 0.20 എന്നുള്ള രീതിയിൽ തന്നെ. അപ്പം 11,40,000 കിട്ടി. പിന്നെ വാല്യൂ ഓഫ് ഫേം ഇങ്ങനെ ഇക്വിറ്റി പ്ലസ് ഡെറ്റ് ചെയ്യുക. 11,40,000 പ്ലസ് ഡെറ്റിന്റെ വാല്യൂ ഇപ്പം 8 ലക്ഷമായി. അപ്പം 8 ലക്ഷം ആഡ് ചെയ്യുമ്പം 19,40,000. കെയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? EBIT ബൈ ബി ചെയ്താൽ മതി. EBIT എത്ര? അല്ലെങ്കിൽ ക്വസ്റ്റിന് തുടക്കത്തിലേ നമുക്ക് തന്നിട്ടുണ്ട് ആനുവൽ ഓപ്പറേറ്റിംഗ് ഇൻകം 3 lakh ആണ്. 3 lakh ഡിവൈഡഡ് ബൈ എന്നാ ബിയുടെ വാല്യൂ ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ച ബിയുടെ വാല്യൂ 19,40,000 ഡിവൈഡ് ചെയ്യുമ്പോൾ 15.5% എന്നുള്ള രീതിയിൽ കിട്ടും. ഇവിടെയും എന്താണ് കമന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്? ഫേമിന്റെ വാല്യൂ ഇവിടെ ഇൻക്രീസ് ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കെയുടെ വാല്യൂ ഡിക്രീസ് ചെയ്തു. ഡെറ്റ് ഇൻക്രീസ് ചെയ്ത സമയത്ത്, അതായത് നേരത്തെ എത്രയാണ് ഡെറ്റ്? 5 lakh ഡെറ്റ് ഉണ്ടായിരുന്ന സമയത്ത് 16.9% ആയിട്ടായിരുന്നു കെയുടെ വാല്യൂ വന്നത്. പക്ഷേ 8 ലാക്കിലോട്ട് ഡെറ്റ് മാറിയപ്പം, അതായത് എത്ര 5 നിന്ന് 8 ലാക്കിലേക്ക് ഡെറ്റ് വന്നപ്പോഴത്തേക്കും കെയുടെ വാല്യൂ 16.9 നിന്ന് 15.5 ആയിട്ട് കുറഞ്ഞു. ഡെറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കെയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ഡെറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം കെയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. അതാണ് NI അപ്രോച്ചിൻ്റെ അകത്ത് പറയുന്നത്. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്തോണം. ആദ്യം നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് NOIയിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് NI കണ്ടുപിടിക്കണം. അതിൽ നിന്ന് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി E=NI ബൈ KE ചെയ്യണം. അത് കഴിഞ്ഞ് വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്നത് V=E+D ചെയ്യണം. പിന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ KO EBIT ബൈ B ചെയ്യണം. ഇത് ഇത്രയും ചെയ്ത് കൃത്യമായിട്ട് നോക്കണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. NI അപ്രോച്ചിന്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത്.